പശ്ചിമേഷ്യയിൽ നിന്ന് ആഗോള അക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്ന അതീവ നിർണായകമായ സുരക്ഷാ അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ട് ആരംഭിച്ച കടുത്ത സൈനിക നീക്കങ്ങൾ ഇപ്പോൾ 5ാം മാസം പിന്നിടുകയാണ്. ഈ മിഡിൽ ഈസ്റ്റിലെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ യുദ്ധമുഖത്തേക്കാണ് ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളെയും സൈനിക പ്രതിരോധ ശേഷിയും പൂർണ്ണമായിട്ടും നിഷ്പ്രഭമാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെയാണ് ഈ സംയുക്ത ആക്രമണങ്ങൾക്ക് അമേരിക്ക തുടക്കം കുറിച്ചത്, അമേരിക്കയും ഇസ്രയേലും. എന്നാൽ മാസങ്ങൾക്കുള്ളിൽ തങ്ങൾ വിചാരിച്ച വിജയം കൈവരിക്കണമെന്ന വൻ ശക്തികളുടെ കണക്കുകൂട്ടലുകളെല്ലാം ഇപ്പോൾ പാടെ തെറ്റിയിരിക്കുകയാണ്. ഹ്രസ്വകാലം കൊണ്ട് അവസാനിക്കുമെന്ന് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ പ്രഖ്യാപിച്ച ഈ ഒരു വൻ യുദ്ധം 5ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ഇരുപക്ഷത്തിനും കാര്യമായിട്ടുള്ള മുന്നേറ്റം സാധ്യമാകാത്ത ഒരു തന്ത്രപരമായിട്ടുള്ള സ്തംഭനാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് എന്നാണ് പ്രതിരോധ രേഖകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ സഖ്യസേനയുടെ അത്യാധുനിക വ്യോമാക്രമണങ്ങളെ തങ്ങളുടെ ഭൂഗർഭ ബങ്കറുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇറാൻ ശക്തമായിട്ട് ചെറുത്തു നിൽക്കുന്ന കാഴ്ചയാണ് മേഖലയിലുടനീളം കാണാൻ സാധിക്കുന്നത്. പരസ്പരം തകർക്കാൻ കഴിയാത്ത വിധം ഇരുപക്ഷവും സൈനികമായിട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് യുദ്ധത്തിന്റെ ദൈർഘ്യം ഇനിയും വർദ്ധിപ്പിക്കുമെന്ന ഭീതിയാണ് ഉയർത്തുന്നത്. എന്നാൽ ഈ ഒരു തന്ത്രപരമായിട്ടുള്ള സ്തംഭനാവസ്ഥയ്ക്ക് ആഗോളതലത്തിൽ പുതിയൊരു യുദ്ധമുഖം തുറന്നുകൊണ്ട് യമനിലെ ഹൂത്തി വിമതർ ഇറാന് പൂർണ്ണ പിന്തുണയുമായിട്ട് ഔദ്യോഗികമായിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഹൂത്തികളുടെ ഈ ഒരു അപ്രതീക്ഷിത ഇടപെടൽ പശ്ചിമേഷ്യൻ യുദ്ധത്തെ വെറും ഒരു പ്രാദേശിക അതിർത്തി തർക്കം എന്ന നിലയിൽ നിന്ന് മാറ്റിമറിച്ച് ലോക വ്യാപാരത്തിന്റെ ജീവനാഡിയായിട്ടുള്ള ആഗോള സമുദ്ര സുരക്ഷാ പ്രതിസന്ധിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ നയം അതിന്റെ ഭൂമിശാസ്ത്രത്തിലാണ് കുടികൊള്ളുന്നത് എന്നാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ഒരു യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സമുദ്രപാതകളാണ്: ഹോർമുസ് കടലിടുക്കും ബാബുൽ മന്ദബ് കടലിടുക്കും. ഈ ഇറാൻ ഹോർമുസ് കടലിടുക്ക് ഭീഷണികൾ ഉയർത്തുമ്പോൾ ഹൂത്തികൾ ചെങ്കടലിലെ ബാബുൽ മന്ദബ് പാതയിലാണ് ആക്രമണം നടത്തുന്നത്. ഈ ലോകത്തെ ആകെ വാണിജ്യത്തിന്റെ 12% കടന്നു പോകുന്നത് ഈ ഒരു ചെങ്കടൽ സൂയിസ് കനാൽ വഴിയാണ്. ഹൂത്തികളുടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കാരണം ഈ ഒരു പ്രധാന കപ്പൽ കമ്പനികളെല്ലാം ആഫ്രിക്കൻ വൻകര ചുറ്റി വളരെ ദൂരം സഞ്ചരിച്ചാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇത് ചരക്കുകൂലി കുതിച്ചുയരാനും ആഗോളതലത്തിൽ വിലക്കയറ്റത്തിനും കാരണമാകുന്നുണ്ട്. ഇനി ഹൂത്തികൾ ബാബുൽ മന്ദേബ് കടലിടുക്ക് വാണിജ്യ കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന അപ്രഖ്യാപിത ഉപരോധം ആഗോള എണ്ണ വിപണിയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. യുദ്ധത്തിന്റെ ഒരു ഘട്ടമാണ് പറയുന്നത്. യുദ്ധം പല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഏറ്റവും നിർണായകമായിരിക്കുന്ന 2 കടലിടുക്കുകളെ പറ്റിയാണ് പറയുന്നത്. ഈ കപ്പലുകൾക്ക് നേരെയുള്ള നിരന്തര ആക്രമണങ്ങളും ഉപരോധവും കാരണം ആഗോള വിപണിയിൽ എണ്ണവില വൈകാതെ തന്നെ ബാരലിന് $100 കുതിച്ചുയരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. എണ്ണ ടാങ്കറുകൾക്ക് നേരെയുള്ള ഭീഷണി നിലനിൽക്കുന്നതിനാൽ ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയിൽ വലിയ തടസ്സങ്ങളാണ് നേരിടുന്നത്. ലോകത്തിലെ മൊത്തം സമുദ്രമാർഗമുള്ള എണ്ണ വ്യാപാരത്തിന്റെ ഗണ്യമായൊരു ശതമാനം കടന്നു പോകുന്ന ബാബുൽ മന്ദേബിലെ ഈ ഒരു പ്രതിസന്ധി തുടർന്നാൽ വരും മാസങ്ങളിൽ ആഗോളതലത്തിൽ വൻ വിലക്കയറ്റത്തിനും പണപ്പെരുപ്പത്തിനും അത് വഴിവെക്കും. അമേരിക്കയുമായിട്ട് നേരിട്ടൊരു ഏറ്റുമുട്ടലിന് ഇറാൻ തയ്യാറാകുന്നില്ലെങ്കിലും തങ്ങളുടെ സഖ്യകക്ഷികളെ ഉപയോഗിച്ച് അമേരിക്കയെ തളർത്തുക എന്നതാണ് ഇപ്പോൾ ഇറാന്റെ തന്ത്രം. അതാണ് ഇപ്പോൾ സൗദി അറേബ്യയിലേക്ക് ഹൂത്തികളുടെ ആക്രമണം നടക്കുന്നത്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെ ആക്രമണങ്ങളിൽ ഹൂത്തികൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 2025 ഓഗസ്റ്റിൽ ഇസ്രയേൽ നടത്തിയ ഒരു ഇന്റലിജൻസ് ഓപ്പറേഷനിൽ ഹൂത്തികളുടെ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും നിരവധി ക്യാബിനറ്റ് മന്ത്രിമാരും കൊല്ലപ്പെട്ടിരുന്നു. എന്നിട്ടും ഹൂത്തികളുടെ പരമോന്നത നേതാവായ അബ്ദുൽ മാലിക് അൽ ഹൂത്തിയെ കണ്ടെത്താനോ അവരെ പൂർണ്ണമായിട്ട് തകർക്കാനോ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല. വളരെ കുറഞ്ഞ ചിലവുള്ള ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഹൂത്തികൾ ആക്രമണം നടത്തുമ്പോൾ അവയെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് കോടിക്കണക്കിന് ഡോളർ വില വരുന്ന അത്യാധുനിക മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. ഈ ഒരു ഹൈബ്രിഡ് യുദ്ധം അമേരിക്കൻ സൈന്യത്തെ സാമ്പത്തികമായിട്ട് തളർത്തുന്നുണ്ട് എന്ന് സ്റ്റിംസൺ സെന്ററിന്റെ വിശകലനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. യുദ്ധം നീളുമെന്ന് തിരിച്ചറിഞ്ഞതോടെ കഴിഞ്ഞ ജൂൺ 17-ന് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം, ഉപരോധങ്ങൾ പിൻവലിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ സമവായത്തിൽ എത്താൻ കഴിയാത്തതിനാൽ ആ ഒരു ചർച്ചകൾ വഴിമുട്ടി. ഇതോടെയാണ് ഹൂത്തികൾ വീണ്ടും ആക്രമണം കടുപ്പിച്ചത്. വെറും ഒരു കപ്പലുകളെ മാത്രമല്ല, അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷികളായിട്ടുള്ള സൗദി അറേബ്യയുടെ എണ്ണ ശുദ്ധീകരണശാലകൾക്കും
ടാങ്കറുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം തുടങ്ങി. കഴിഞ്ഞ 3 വർഷമായിട്ട് ഹൂത്തികളുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയിരുന്ന സൗദിക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ്. യമനിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഇതിനോട് ചേർന്ന് വായിക്കേണ്ടതുണ്ട്. ഈ UAE യമനിൽ നിന്ന് പിന്മാറിയതോടെ സൗദി അറേബ്യയ്ക്ക് ഒറ്റയ്ക്ക് യമനിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയാണ്. യമൻ തെക്കൻ മേഖലയിൽ പുതിയ സർക്കാരിനെ പിന്തുണയ്ക്കാൻ സൗദി വലിയ തോതിൽ പണം ചിലവാക്കുന്നുണ്ട്. ചെങ്കടലിൽ ആക്രമണം നടത്താതിരിക്കാനും യമനിൽ സമാധാനം നിലനിർത്താനും സൗദിയിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കൂടിയാണ് ഹൂത്തികൾ ഈ ഒരു യുദ്ധത്തെ ഒരു വിലപേശൽ തന്ത്രമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ലണ്ടനിലെ ചാതം ഹൗസിലെ മിഡിൽ ഈസ്റ്റ് വിദഗ്ധനായിട്ടുള്ള ഫാരിയ അൽ മുസ്ലിമി നിരീക്ഷിക്കുന്നത്. ഇനി ഈ ഒരു പോരാട്ടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയാണ്. ഇന്ത്യയുടെ യൂറോപ്പുമായിട്ടുള്ള സമുദ്ര വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും നടക്കുന്നത് ചെങ്കടൽ വഴിയാണ്. കൂടാതെ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കുള്ള എണ്ണ വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമാണ്. ഈ ഹൂത്തികളുടെ ആക്രമണം തുടരുകയും ഇസ്രയേൽ അമേരിക്കൻ സഖ്യം കൂടുതൽ ശക്തമായിട്ട് തിരിച്ചടിക്കുകയും ചെയ്താൽ ക്രൂഡ് ഓയിൽ LNG വിപണികളിൽ അത് വലിയ അസ്ഥിരത ഉണ്ടാക്കും. എണ്ണവില $100 കുതിച്ചുയർന്നാൽ അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും. അത് പിന്നീട് സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെയും ബാധിക്കും. ചുരുക്കത്തിൽ ഹൂത്തികളുടെ കടന്നുവരവോടെ ഇത് കേവലം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു അധികാര വടംവലി എന്നതിൽ കവിഞ്ഞ് ആഗോള ഊർജ്ജ സുരക്ഷയും സമുദ്ര വാണിജ്യത്തെയും ബാധിക്കുന്ന ഒരു അന്താരാഷ്ട്ര പ്രതിസന്ധിയായിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായിട്ട് ആരംഭിച്ച ഒരു സൈനിക നീക്കം 5 മാസം പിന്നിടുമ്പോഴും ഒരു ശാശ്വത വിജയത്തിലേക്ക് എത്താൻ കഴിയാത്തത് വാഷിംഗ്ടണിലും തെൽ അവീവിലും വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. ഹൂത്തികളുടെ ഇടപെടലോടെ സമുദ്ര സുരക്ഷ തകർന്ന സാഹചര്യത്തിൽ ഇനി ഒരു കടുത്ത സൈനിക നടപടിയിലൂടെ മാത്രമേ ഈ പ്രതിസന്ധിക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കൂ എന്ന നിലപാടിലേക്ക് പെന്റഗൺ മാറിയേക്കാം. തുടർച്ചയായിട്ടുള്ള ഈ ഒരു സൈനിക പ്രകോപനങ്ങളും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയൊരു മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമോ എന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങളുള്ളത്. കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള അടിയന്തര നയതന്ത്ര ഇടപെടലുകൾ വേണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാണ്. ഗൾഫ് മേഖലയിലെ സമാധാനം പൂർണ്ണമായും ഇല്ലാതാക്കിയ ഈ ഒരു യുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ മാരകമായിട്ടുള്ള ആയുധങ്ങളുടെ പ്രയോഗത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്ക പ്രതിരോധ ലോകം പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ പൂർണ്ണമായിട്ടും തകർക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിട്ട് ഇറാൻ തങ്ങളുടെ ആണവ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തമാക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അമേരിക്ക ചിന്തിക്കുന്നതിലപ്പുറമായിരിക്കും ഇറാന്റെ നീക്കങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ തന്നെ സൗദി അറേബ്യയെ അടിക്കാൻ തക്കവണ്ണം ഹൂത്തികളോട് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ചെങ്കടലിൽ ഏത് രീതിയിലും അതിനെ നോക്കിക്കാണണം, അല്ലെങ്കിൽ അവിടെ ആ വഴി പോകുന്ന കപ്പലുകളെ തടയണം എന്നുള്ള ആഹ്വാനം കൂടി ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് നിൽക്കുന്ന ഇറാനെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരാവശ്യവുമില്ലാതെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തുടങ്ങിയ ഒരു യുദ്ധത്തിൽ ഇന്ന് ലോക രാജ്യങ്ങളാകെ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. കാരണം ഈ ഗൾഫ് മേഖലയെ ആശ്രയിച്ചാണ് ഈ എണ്ണ കാത്ത് ഇന്ത്യ ഇരിക്കുന്നത്. ആ എണ്ണ വന്നില്ലെങ്കിൽ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയാകും. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയും ആകെ ഭീതിയിലാണ്. എന്തായാലും ഈ ഒരു യുദ്ധത്തിൽ ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടെങ്കിലും യുദ്ധത്തിൽ പൂർണ്ണമായിട്ടും ഇറാനെ പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടുവന്ന കാര്യങ്ങളൊന്നും തന്നെ നടപ്പിലാക്കാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും സാധിച്ചിട്ടില്ല. പക്ഷേ യുദ്ധം ഇന്നും കനക്കുകയാണ്.